കുറച്ച് നാളായി ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്നൊരു ലോങ് വീഡിയോ ആവാമെന്ന്. ഇന്ന് അമ്പലത്തിൽ പോവാണ്. അതേപോലെ തന്നെ ഇന്ന് സൺഡേ ആണ്. അപ്പം സൺഡേ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു ലോങ് വീഡിയോ ആണിത്. നമ്മൾ കസിൻസും പിന്നെ കൂടെ അമ്മയും ഉണ്ടായിരുന്നു അമ്പലത്തിൽ പോകാനായിട്ട്. ആദ്യം തന്നെ നമ്മൾ കുടുംബക്ഷേത്രത്തിലാണ് പോയത്. പരവൂരാണ് കേട്ടോ എൻ്റെ കുടുംബക്ഷേത്രം. അവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്തായാലും അമ്മയുടെ ഫാമിലിയിലുള്ള ഒരു റിലേറ്റീവിനെ നമ്മൾ കാണാറുണ്ട്. ചിലവരെ എനിക്ക് കണ്ടാൽ പോലും മനസ്സിലാവത്തില്ല, ബന്ധം പറഞ്ഞാൽ പോലും എനിക്ക് മനസ്സിലാവത്തില്ല. അങ്ങനെ നിൽക്കുന്ന ഒരു മാമനാണ് കേട്ടോ, ആ ചുവന്ന ഷർട്ടിട്ട മാമൻ. അമ്മ ബന്ധമൊക്കെ പറഞ്ഞെങ്കിലും എനിക്ക് വലുതായിട്ട് കത്തിയില്ല കേട്ടോ. അവിടെ ചെന്ന് നമ്മൾ കുറേ പൂജയ്ക്കൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മളിങ്ങനെ ക്യൂ നിൽക്കുന്ന കണക്ക് നിൽക്കുകയാണ് കേട്ടോ. ഓരോരുത്തരും അവിടെ വന്ന് എഴുതുന്നുണ്ടായിരുന്നു. അത്യാവശ്യം തിരക്കായിരുന്നു കേട്ടോ, ഞായറാഴ്ച ആയതുകൊണ്ടായിരിക്കും. പിന്നെ ആ അമ്പലം നല്ല ആംബിയൻസ് ആണ്. പഞ്ചാബിൽ പോയി കഴിഞ്ഞിട്ട് ഞാനൊരു 3 പ്രാവശ്യം വല്ലതും അവിടുത്തെ അമ്പലത്തിൽ പോയിട്ടുണ്ടായിരിക്കും. എനിക്ക് അവിടുത്തെ അമ്പലം അത്രയ്ക്ക് ഇഷ്ടമല്ല. കാരണം അവിടെ ഒരു വൈബില്ല. നമുക്ക് ഇവിടെ ചെല്ലുന്ന കണക്കൊരു വൈബ് അവിടെ ചെല്ലുമ്പോൾ ഇല്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ അവിടെ അങ്ങനെ പോവാറില്ല. പിന്നെ അമ്മ ബന്ധുക്കാരത്തൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. അവിടെ വെച്ച് തന്നെ നമ്മളൊരു കസിനെ കണ്ടിട്ട് നമ്മൾ ഇത്രയും പേരും കൂടെ അവിടെ ഇരുന്ന് ഭയങ്കര കോമഡി പറച്ചിലും ചിരിയൊക്കെ ആയിരുന്നു. കാരണം അമ്പലത്തിൻ്റെ അകത്ത് പൂജ നടക്കുമായിരുന്നു. അങ്ങനെ തൊഴുത് ഇറങ്ങി. അത് കഴിഞ്ഞ് നമ്മൾ പുറ്റിങ്ങൽ ക്ഷേത്രത്തിലാണ് കേട്ടോ പോയത്. അവിടെ നമ്മൾ എപ്പോൾ കുടുംബക്ഷേത്രത്തിൽ വന്നാലും നമ്മൾ പുറ്റിങ്ങൽ ക്ഷേത്രത്തിലും കൂടെ പോയിട്ടാണ് കേട്ടോ വീട്ടിൽ പോവാറ്. ഇവിടെയാണ് എൻ്റെ അമ്മയുടെ വീട്. അതായത് പുറ്റിങ്ങൽ ക്ഷേത്രത്തിൻ്റെ ബാക്കിലാണ് എൻ്റെ അമ്മയുടെ വീട്. അപ്പം നമ്മൾ അവിടെ പോയി തൊഴുത് പിന്നെ അവിടെ കുറച്ച് വീഡിയോസും പിന്നെ അതേപോലെ തന്നെ കുറേ അധികം ഫോട്ടോസ് നമ്മൾ അവിടെ നിന്ന് എടുത്ത് കേട്ടോ. നമ്മളെ നാട്ടിലമ്പലത്തിൽ ഏറ്റവും വലിയ മെയിൻ സംഭവമാണ്. എവിടെ നോക്കിയാലും നമുക്ക് ഫ്രെയിമാണ്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ മറ്റേ റോഡ് സൈഡിലൊക്കെ ആയിരിക്കും ചില അമ്പലങ്ങൾ. പിന്നെ അവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റി, ഞാൻ അവിടെ എപ്പോഴെങ്കിലും പോകുമ്പോൾ ഞാൻ വീഡിയോ എടുക്കാം. അവിടുത്തെ സ്പെഷ്യാലിറ്റി നമുക്ക് വിഗ്രഹം തൊടാം. പുറ്റിങ്ങൽ ക്ഷേത്രത്തിൽ വന്നിട്ട് നമ്മളുടെ പേരിൽ കുറച്ച് മറ്റേ പൂജകളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തിൻ്റെ പൂജയാ? മറ്റേ അങ്ങനത്തെ എന്തോ ഒരു പൂജ, എനിക്ക് വായിൽ വരത്തില്ല കേട്ടോ. അപ്പം അതൊക്കെ ചെയ്തിട്ട് അവിടെ നിന്ന് പഴവും കിട്ടി. പൂജ ചെയ്തുകൊണ്ട് പഴം കിട്ടി. അപ്പം നമ്മൾ പഴം മേടിക്കാനായിട്ട് പോകുന്ന പോക്കാണ്. അപ്പം നമ്മൾ ചെന്നപ്പോൾ തന്നെ അമ്മ നമ്മളെ പഴം മേടിച്ചിട്ട് തിന്നിട്ടുണ്ടായിരുന്നു ഗൈസ്. അപ്പം കുറച്ച് ബാക്കി വെച്ച് അതങ്ങ് തന്നു കേട്ടോ. അത് കഴിഞ്ഞ് നമ്മളവിടെ ഇരുന്ന് കുറച്ച് നേരം വൈബടിച്ചതിന് ശേഷം നമ്മൾ അമ്മാമ്മ വീട്ടിൻ്റെ ഫ്രണ്ടിൽ കൂടെ പോകാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അവിടെ നിന്നിട്ട് ഈ ദുരന്തം നടന്ന സംഭവങ്ങളൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു. ഭയങ്കര സംഭവമായിരുന്നു. കാരണം നമ്മൾ അവിടെ ഉണ്ടായിരുന്ന സമയത്ത്, അതുകൊണ്ട് നമുക്കറിയാം അതിൻ്റെ ഇൻറ്റൻസിറ്റി എന്തായിരുന്നെന്ന്. അപ്പം എൻ്റെ അമ്മാമ്മയുടെ വീട്ടിൻ്റെ ഫ്രണ്ടിലുള്ള അമ്പലമാണ് കേട്ടോ ഇത്. അമ്മാമ്മ വീട്ടിൻ്റെ ഫ്രണ്ടിൽ കൂടെ പോകാൻ നേരം ഈ അമ്പലം തുറന്ന് കിടക്കുന്നത്. അപ്പം നമ്മൾ വിചാരിച്ചാൽ അവിടെയും കൂടെ കയറാമെന്ന്. കാരണം കുറേ നാളായി നമ്മൾ ആ ദുരന്തം നടന്ന സംഭവം ആ സമയത്ത് അങ്ങാണ്ടാണെന്ന് തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല. കുറേ നാളായി നമ്മൾ അമ്പലത്തിൽ കയറിയിട്ട്. അതിൻ്റെ തൊട്ട് ഫ്രണ്ടിലുള്ള ഇതാണ് കേട്ടോ. ഇപ്പം അത് അംഗനവാടിക്ക് കൊടുത്തേക്കുവാണ്. അത് കഴിഞ്ഞ് നമ്മൾ അവിടെ ഇന്ന് കുറച്ച് നൊക്ലാച്ചിയൊക്കെ അടിച്ചതിന് ശേഷം വീട്ടിൽ പോകുന്നതിൻ്റെ മുന്നേ എല്ലാവർക്കും നൂഡിൽസ് കഴിക്കാൻ ആഗ്രഹം, അതും എൻ്റെ കൈ കൊണ്ട്. അങ്ങനെ ഞാൻ വിചാരിച്ച് എല്ലാവരെയും ആഗ്രഹം പോലെ ഒരു നൂഡിൽസ് അങ്ങ് ഉണ്ടാക്കി കൊടുക്കാമെന്നും. അങ്ങനെ മാഗി മേടിച്ചുകൊണ്ടാണ് കേട്ടോ പോയത്. ബട്ടറൊക്കെ മേടിച്ച്, ഞാൻ സാധാരണ ഉണ്ടാക്കുന്ന കണക്കല്ല മാഗി ഉണ്ടാക്കുന്നത്. കുറേ യൂട്യൂബ് വീഡിയോ കണ്ട് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ മാഗി ഉണ്ടാക്കുന്നത്. അപ്പം അതിന് ബട്ടറും ഗാർലിക്കൊക്കെ വെക്കുന്നതായിരുന്നു. ഇത് ഞാൻ എപ്പോഴോ ഷോർട്സിൽ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. അതാണ് ഇങ്ങനെ കാണിക്കുന്നത്. ഇത് ഞാൻ പാത്രം ചൂടാവാൻ വേണ്ടി കാത്തിരിക്കുന്ന കാത്തിരിപ്പാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ ചില സമയത്തൊന്നും അടുക്കള കയറാൻ തോന്നത്തില്ല. അങ്ങനെ തോന്നാത്തൊരു ദിവസമാണ്. പിന്നെ എല്ലാവരും അങ്ങ് പറഞ്ഞുകൊണ്ട് ഗതി കെട്ടങ്ങ് ചെയ്യുന്നതാണ്. എനിക്കാണെങ്കിൽ ഈ പണ്ടാണ്ട് തിന്നുന്നതും എനിക്കിഷ്ടമല്ല എന്നും പറഞ്ഞ് ഞാൻ ഈ വീഡിയോയിൽ തിന്നുന്നുണ്ട്, അത് വേറെ കാര്യം. പക്ഷെ എനിക്ക് ചില സമയത്ത് ചിലപ്പോൾ ക്രേവിങ് വരുമ്പോൾ മാത്രം കഴിക്കുന്നൊരു സാധനമാണ് ഈ മാഗി അല്ലെങ്കിൽ യിപ്പി. അതും എനിക്ക് കുറേ നല്ല എരിവോടെ കഴിക്കണം, ഇല്ലെങ്കിൽ എനിക്ക് പറ്റത്തേ ഇല്ല. എനിക്ക് തിരിച്ചിറങ്ങി വരും. അങ്ങനത്തെ ഒരു വൃത്തിയുടെ സ്വഭാവമുണ്ട്. പക്ഷേ ഇവിടെ എൻ്റെ ബ്രദറും എൻ്റെ കസിൻസൊക്കെ ഈ മാഗിക്കകത്ത് ജീവിക്കുന്നവരാണ്. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് മാഗി. ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. എനിക്ക് തോന്നുന്നു അവരെ അവർ തിന്നുന്ന തീറ്റ കണ്ടിട്ടാണെന്ന് തോന്നുന്നു എനിക്ക് ഈ മാഗി വെറുത്തത് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് എനിക്കന്ന് രാവിലെ ഷൂട്ടുണ്ടായിരുന്നു. അപ്പോൾ ഷൂട്ടിൻ്റെ സ്ഥലത്ത് പോയപ്പോൾ ഞാൻ അവിടുന്ന് കുറച്ച് മണി പ്ലാന്റ് മോഷ്ടിച്ച് ഗൈസ്. അതെനിക്ക് പഞ്ചാബിൽ കൊണ്ടുപോകണം. ഇനി കഞ്ചാവിൻ്റെ ഇലയെന്നും പറഞ്ഞ് എന്നെ പിടിച്ചു വെക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ മണി പ്ലാന്റ് വളരാൻ വേണ്ടിയിട്ട് ഞാൻ ഇനി അവിടെ എൻ്റെ റൂം ഫുള്ള് എസ്തറ്റിക് ആക്കാൻ പോകുന്നു. അതുകൊണ്ട് ഞാൻ കുറച്ച് മണി പ്ലാന്റ് അവിടെ നിന്ന് മോഷ്ടിച്ചിട്ട് ഇവിടെ കൊണ്ടുവന്ന് കിളിപ്പിക്കാമെന്ന് വിചാരിച്ചു. ഇതാണ് എൻ്റെ പോർഷൻ ഓഫ് മാഗി. ഇതിനകത്ത് കുറച്ച് ഞാൻ അവസാനം നാരങ്ങാനീര്, ഇത് നാരങ്ങാനീരല്ല, ഷൂട്ടിന് പോയപ്പോൾ അവിടെ ഓറഞ്ച് പോലത്തെ ഒരു നാരങ്ങാനീര് അതിത്തിരി പിഴിഞ്ഞു വെച്ച്. പക്ഷേ
അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അത് പിഴിഞ്ഞ് ചോദിച്ചപ്പോൾ ഒരു ഇത് സത്യം പറഞ്ഞാൽ നോൺ വെജ് അല്ല, വെജ് മാഗിയാണ്. പക്ഷെ ഒരു നോൺ വെജിൻ്റെ ടേസ്റ്റ് അതിനുണ്ടായിരുന്നു. ഞാൻ ഉണ്ടാക്കിയതായതുകൊണ്ട് പറയുമല്ല കേട്ടോ. അടിപൊളി ടേസ്റ്റ് ആയിരുന്നേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. ഞാൻ എന്നിട്ട് വെട്ടി വിഴുങ്ങി, അവരും വെട്ടി വിഴുങ്ങി. അവർ കലത്തിനകത്തൊക്കെ ഇട്ടാണിരുന്ന് തിന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. എനിക്ക് അത്രേ ഉള്ളൂ ഗൈസ് പറയാൻ, വേറെ ഒന്നുമില്ല. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണരുത്. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ശരി, ബൈ.